ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നില ക്രിയേറ്റീവ്സ്. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത്. ഇതേ രീതിയിൽ ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കിയാൽ കിടിലൻ ടേസ്റ്റിൽ ചിക്കൻ കട്ട്ലറ്റ് കിട്ടുന്നതായിരിക്കും. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തവണ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും നമ്മൾ തയ്യാറാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് ചിക്കൻ ഇടാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ചുപ്പ്, ഇനി ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞത് ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ്. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചാണ് ഞാനിത് എടുക്കുന്നത്. ഇനി ഞാൻ ഈ മീഡിയം സൈസിൽ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിത് ആവി കയറ്റി വേവിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞു. അതിലേക്ക് നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ചെയ്യണം. അത് തണുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയായിരിക്കും, നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ഞാൻ ഈ സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് വേണം, 2 വെളുത്തുള്ളി, ഈ സൈസിന് ഇഞ്ചി, മല്ലിയില. നമുക്ക് ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുക്കിങ്ങിനായിട്ട്. അത് നമുക്കൊന്ന് ഒഴിച്ചിട്ടും കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കാൻ നോക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിനൊന്ന് ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം എടുക്കാനായിട്ട്, നന്നായിട്ടങ്ങ് ചതയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട വേണം. ഇത് നമുക്കൊരു പാത്രത്തിലൊന്ന് പൊട്ടിച്ചിട്ടിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കുറച്ച് കഴിയുമ്പോൾ ഉള്ളി ആഡ് ചെയ്യാം. മീഡിയം സൈസിൽ 2 സവാളയാണ് ഞാൻ എടുത്തിരുന്നത്. അതൊന്ന് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ആഡ് ചെയ്യാം, കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ സമയം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർക്കാം. ഇതുപോലെ കുറച്ച് സൈസിന് കുറച്ച് വലുപ്പത്തിൽ കിടന്നാൽ നല്ലതാണ്. നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണത്. ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ചിക്കനേക്കാട്ടി കുറച്ച് എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ചിക്കനാണ് കൂടുതൽ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് തരുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചൂടൊന്ന് മാറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കൂടി തന്നെയാണ് ഞാനിത് ചെയ്തത്. നമുക്ക് ചെറിയ ബോൾസാക്കി ഇതിനെ ഒന്ന് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കാം.
ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനെ നമുക്കൊരു ഷേപ്പാക്കി എടുക്കാം. ഇത് ഞാൻ വലിയ വലിപ്പത്തിലൊന്നും എടുക്കുന്നില്ല. ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരുന്നത്. ഈ രീതിയിൽ ഒരു 16 എണ്ണം നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും. ഇത് നമ്മുടെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഒന്ന് ഈ രീതിയിൽ നിങ്ങൾ ചിക്കനൊന്ന് കട്ട്ലറ്റ് ഒന്ന് തയ്യാറാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. 16 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഫ്രൈ ആക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പം നന്നായിട്ട് ചൂടായിട്ട് ഇടാവുള്ളൂ. ഇനി നമുക്ക് 1 ബൈ 1 ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കണം. അല്ലേ, കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.